നമസ്കാരം. എന്നോട് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇതാണ്: വാഹന ഉടമയുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് പോളിസിക്ക് എന്താ സംഭവിക്കുക? ഇൻഷുറൻസ് പോളിസി നിലവിലുണ്ടാകുമോ? അത് അവകാശിയുടെ പേരിൽ ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ചെയ്യപ്പെടുമോ? അതോ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് പോളിസി പുതുക്കി മേടിക്കണമോ? എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സംശയമാണ്. നമുക്ക് ആദ്യം മോട്ടോർ വാഹന നിയമത്തിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് സെക്ഷൻ 50 ഓഫ് ദി മോട്ടോർ വെഹിക്കിൾസ് ആക്ട്, അതേപോലെ സെക്ഷൻ 55 ഓഫ് ദി സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ്. ഇത് രണ്ടും പ്രകാരം വാഹന ഉടമയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ആ വാഹനം ഉപയോഗിക്കുന്ന ആൾ 1 മാസത്തിനുള്ളിൽ RTOയെ അറിയിക്കണം എന്നുള്ളതാണ്. അതായത് അയാൾ ആ വാഹനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, വാഹന ഉടമ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം RTOയെ ആദ്യം അറിയിക്കണം. അറിയിച്ചതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ആ വാഹനം അയാളുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള അപേക്ഷ ഫോം നമ്പർ 31 സബ്മിറ്റ് ചെയ്ത് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അയാളുടെ പേരിലേക്ക് മാറ്റം ചെയ്ത് വാങ്ങിക്കേണ്ടതുണ്ട്. ഇത് മാറ്റം ചെയ്യാനായിട്ട് ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇപ്പോൾ ഒന്നിലധികം ലീഗൽ എയർസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുചേർന്ന് ഒരാളിൻ്റെ പേരിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണെന്നുള്ള അഫിഡവിറ്റ് കൊടുക്കണം, സത്യവാങ്മൂലം കൊടുക്കണം, നോട്ടറൈസ് ചെയ്ത്. വണ്ടിയിൽ എന്തെങ്കിലും ഹൈപ്പോത്തിക്കേഷനോ ഫിനാൻസ് ഉണ്ടെങ്കിൽ ആ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ RTO ഈ വെഹിക്കിളിൻ്റെ RC പുതിയ ഓണർ, അതായത് ഈ ലീഗൽ എയറിൻ്റെ പേരിലേക്ക് മാറ്റം ചെയ്ത് കൊടുക്കും. ഒരിക്കൽ ഇത് മാറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് RC ബുക്കും ഡെത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഈ വണ്ടിയുടെ പോളിസി ലീഗൽ എയറിൻ്റെ പേരിലേക്ക് മാറ്റി മേടിക്കാൻ സാധിക്കുന്നതാണ്. മോട്ടോർ പോളിസി കണ്ടീഷൻ 9 പ്രകാരം 3 മാസത്തിനുള്ളിൽ ഇത് നടത്തിയിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ ഡിലേ വരാൻ സാധ്യതയുണ്ട്. ഇത് 3 മാസത്തിനുള്ളിൽ ഇതെല്ലാം നടക്കണമെന്നില്ല. കാരണം ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ഹൈപ്പോത്തിക്കേഷൻ NOC വേണം ബാങ്കിൻ്റെ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. എന്നിട്ട് RTOയിൽ ആ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വേണം RC ചേഞ്ച് ചെയ്ത് മേടിക്കാൻ. RC ചേഞ്ച് ചെയ്താൽ മാത്രമേ പോളിസി ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ 3 മാസത്തിനുള്ളിൽ നടക്കണമെന്നില്ല. അപ്പം നടക്കാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഉടനെ തന്നെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടതാണ്. ഇത് 3 മാസത്തിനുള്ളിൽ ഇത് സംഭവ്യമല്ല, അതുകൊണ്ട് ഈ സമയപരിധി നീട്ടിത്തരണമെന്ന് ഇൻഷുറൻസ് കമ്പനിയോട് അഭ്യർത്ഥിക്കാവുന്നതാണ്. അഭ്യർത്ഥിച്ചാൽ ഇൻഷുറൻസ് കമ്പനി അത് ന്യായമാണെന്ന് കണ്ടാൽ അത് നീട്ടി വെക്കേണ്ടതാണ്. അഥവാ അത് ചെയ്തില്ലെങ്കിൽ പോളിസി ലാപ്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.